എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വീട്ടിൽ കുറേ പേർക്ക് വീഡിയോ കണ്ടിട്ടൊന്നും റിസൾട്ട് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഐശ്വര്യവും ധനവും സമ്പത്തും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീടുകളിൽ സ്ത്രീകളാണ് ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ ഒരു പുരുഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കാണിച്ചു കൊടുക്കുക. അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ച് ചെയ്യാനൊക്കെ പറയാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ആ വീട്ടിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റം നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ അധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യവും സർവ്വ സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. 100% ഉറപ്പ് തരുന്നതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സ്ത്രീകൾ വീട്ടിലെ ഗൃഹനാഥ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നതാണ്. അതായത് സൂര്യൻ്റെ ഉദയത്തിന് മുന്നേ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എഴുന്നേറ്റ ഉടനെ തന്നെ കുളിച്ച് വൃത്തിയായി പ്രാർത്ഥിക്കുക. നിസ്കാരമാണെങ്കിൽ നിസ്കാരം, അല്ലെങ്കിൽ പൂജയിൽ പോയി പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പത്തും ഒക്കെ സമാധാനവും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നതാണ്. കുറേ സ്ത്രീകളുണ്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം കിടന്നുറങ്ങുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. യാതൊരു വിധത്തിലുള്ള ഐശ്വര്യമോ സമ്പത്തോ ഒന്നും സമാധാനമോ ഒന്നും ആ വീടുകളിൽ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി അടുത്ത് പറയാൻ പോണത് 2ാമത്തെ കാര്യമാണ്. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറുമല്ല, അടുക്കളയിലേക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് കയറുള്ളൂ. ആ കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നല്ല ക്ലിയർ ആയിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിലേക്ക് കയറുക. അതേപോലെ തന്നെ തീ കത്തിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മൈൻഡ് നല്ല ക്ലിയർ ആയിരിക്കണം. ആ ഒരു മനസ്സോടുകൂടി തന്നെ ചെയ്യുക. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കുശുമ്പോ കുന്നായ്മയോ മറ്റുള്ളവരെ പറ്റി അങ്ങനെ ഒന്നും ഓർക്കാതെ ടെൻഷനൊന്നും പിടിക്കാതെ മനസ്സിൽ യാതൊരു ചിന്തകളും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള മനസ്സോടു കൂടി തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറാൻ ശ്രമിക്കുക. ഭക്ഷണം പാകം ചെയ്യുന്ന ആ സമയത്ത് മോശമായ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ വരാതെ ശ്രദ്ധിക്കുക. ഈ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നല്ല മനസ്സോടെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി ആദ്യം ഉണ്ടാക്കണം ആ ഭക്ഷണം ഉണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ തീ കത്തിച്ചിട്ട് എന്താണോ ഉണ്ടാക്കണം ആ സമയത്ത് നല്ലപോലെ മനസ്സിൽ പ്രാർത്ഥിക്കണം കേട്ടോ. നല്ലപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തീ കത്തിച്ചിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്തും നല്ല മനസ്സോടുകൂടി ചെയ്യുക. ഒരു അരിമണി പോലും താഴെ കളയാതെ രീതിയിൽ ഭക്ഷണം നല്ലപോലെ പാകം ചെയ്ത് വെക്കുക. ഇത്രയാണ് 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യാൻ കയറുമ്പോൾ ഒരിക്കലും ദുഷിച്ച മനസ്സോടുകൂടി കയറരുത്. അതായത് ഇന്ന് എന്താണോ ഉണ്ടാക്കാൻ പോണത്, ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത്, എന്താ പറയുക, നമുക്കൊരു ഇഷ്ടമില്ലാത്ത പോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഒരിക്കലും കയറരുത്. അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ സർവ്വ ഐശ്വര്യവും അതോടുകൂടി പോയി കിട്ടുന്നതാണ്. അപ്പോൾ നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കയറാൻ ശ്രമിക്കുക. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരിക്കലും വഴക്കോ ഒച്ചപ്പാടോ ബഹളോ അടിപിടിയോ ഒക്കെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം തുടങ്ങുന്നത് തന്നെ ഈ അടുക്കളയിൽ നിന്നാണ്. നമ്മുടെ ആരോഗ്യവും ആയുസ്സും സമ്പത്തും ഐശ്വര്യവും എല്ലാം അടുക്കളയിൽ നിന്നാണ് നമ്മൾ വന്നു ചേരുന്നത്. ആ ഒരു ഭാഗം നല്ല പോലെ ശുദ്ധിയായിട്ടും ശാന്തമായിട്ടും ഒക്കെ സൂക്ഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഇത് സ്ത്രീകളാണ് ചെയ്യേണ്ടത്.
പിന്നെ അടുക്കളയിൽ നല്ല മനസ്സോടുകൂടി നിൽക്കുക. ഒരിക്കലും മനസ്സ് ദുഷിച്ച മനസ്സോടുകൂടിയ ബഹളത്തോട് അടിയോടുകൂടിയ മറ്റുള്ളവരെ ശപിക്കുകയോ പ്രാകുകയോ ഒന്നും ചെയ്യാതെ ഒന്നും കരച്ചിലോ ബഹളമോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ അടുക്കളയിൽ നല്ല സന്തോഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കണം. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് മതസ്ഥരായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ നമ്മൾ ഒരു ദിവസം പോലും നമ്മുടെ പ്രാർത്ഥന ഒഴിവാക്കരുത്. അത് ഒരിക്കലും പ്രാർത്ഥന മുടങ്ങാതെ തന്നെ ദൈവത്തോട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം കാലം ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ദിവസവും പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വീടും കുടുംബവും ഒക്കെ 100% എല്ലാവരും നന്നാവുന്നതാണ്. അവർക്ക് നല്ല ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാവുന്നതാണ്. നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥന നിർബന്ധമാക്കുക. അതേപോലെ തന്നെ കുടുംബത്തിലുള്ളവരെയും പ്രാർത്ഥിക്കാൻ വേണ്ടി നിർബന്ധിക്കുക. ഏത് മതസ്ഥരും ആയിക്കോട്ടെ നല്ല പോലെ മനസ്സുരുകി നല്ല പോലെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം, നമ്മുടെ പ്രകൃതി, നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം അത് നമ്മളെ കൈവിടുകയില്ല. നമുക്ക് ധാരാളം ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഒക്കെ നമുക്ക് നൽകുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന 5ാമത്തെ കാര്യമാണ്, നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണം ഒരിക്കലും പാഴാക്കരുത്. ആഹാരം അമൂല്യമാണ്, അതൊരിക്കലും പാഴാക്കരുത്. അങ്ങനെ ചെയ്യുന്ന സ്ഥലത്തൊന്നും ദൈവ സാന്നിധ്യം ഉണ്ടാവില്ല. ദൈവം ഒരിക്കലും അനുഗ്രഹിക്കുകയില്ല. അടുക്കള എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിച്ചാൽ നല്ല ആരോഗ്യവും കുടുംബത്തെ നമുക്ക് വാർത്തെടുക്കാവുന്നതാണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യുക, വേസ്റ്റാക്കി കളയരുത്. പിന്നെ അങ്ങനെ ചെയ്യുന്നതായിട്ട് വീട്ടിൽ ഒരിക്കലും ഐശ്വര്യമൊന്നും വന്നു ചേരുകയില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. ആവശ്യത്തിന് മാത്രം പാകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സ്ത്രീകളാണ് കേട്ടോ അത് ചെയ്യേണ്ടത്. അടുത്ത് പറയാൻ പോണത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ പറയുന്നതൊക്കെ സ്ത്രീകളാണ് ചെയ്യേണ്ടത്, എങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ പോകുക. നമ്മുടെ സിങ്കിൽ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി വെച്ച് നല്ല ക്ലീനാക്കി, സിങ്കൊക്കെ നല്ല ക്ലീനാക്കി തുടച്ച് ക്ലീനാക്കിയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ നിങ്ങളും വൃത്തിയോടും ശുദ്ധിയോടും കൂടി കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഒരു കുളിയൊക്കെ ആവശ്യമാണെങ്കിൽ കുളിച്ചിട്ട് കിടക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വീടുകൾക്ക് ഐശ്വര്യവും ധനവും സമ്പത്തും ജീവിതത്തിൽ ഉയർച്ചയും ഒക്കെ കൈവരുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്കാണെങ്കിലും ആയുസ്സും ആരോഗ്യവും ഒക്കെ ലഭിക്കാനൊക്കെ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അത് തീർച്ചയായിട്ടും നല്ല പോലെ കൈകാര്യം ചെയ്യുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഭർത്താക്കന്മാരാണ് ഇത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യമാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന്. ഇതൊരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീടുകളിൽ അവസ്ഥകളൊക്കെ മാറിയിട്ട് നല്ല സന്തോഷഭരിതമായിട്ട് സമാധാനപരമായിട്ടുള്ള ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല ജീവിതം നയിക്കാനായിട്ടുള്ള ഇത് വരുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.